ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നല്ല മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിനായിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന്. മുട്ടക്കറി വെക്കാൻ വേണ്ടി നമ്മൾ ഉള്ളി നന്നായിട്ട് കനം കുറച്ച് വേണം അരിയാൻ. ഇതുപോണക്ക് നല്ല എല്ലാം ഒരേ ലെവലിൽ വേണം അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു തക്കാളിക്ക, ഹാഫ് ആയാലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമുക്ക് പൊടി ഐറ്റംസാണ് മല്ലി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മുളക് പൊടി, കുറച്ച് കരിയാപ്പില, പിന്നെ പെരുംജീരകം പൊടിച്ചതും മഞ്ഞളും 2 ഗ്രാമ്പും ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും എടുത്തിട്ടുണ്ട്. നമ്മൾ പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കടുക് വറുക്കാൻ വേണ്ടി. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കും. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കും. ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്, കാരണം അന്നേരം ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വേകാനാണ് ഇങ്ങനെ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ പൊടിയിടുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കറുകപ്പട്ടയും ഗ്രാമ്പുവും പെരിഞ്ചീരകവും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ തക്കാളി അതിനകത്തോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കണം. പൊടി ഇടുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യമേ മല്ലി ഇട്ട് മൂപ്പിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ഇടാൻ. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് മൂപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് പിന്നെ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. മല്ലിപ്പൊടിയുടെ മണം പോകുന്നത് വരെ നമ്മൾ അത് ഇളക്കണം. അതിനുശേഷം നമ്മൾ മുളക് പൊടി അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അത് കരിയാതെ കണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ആയതിനു ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കാൻ അടച്ച് വെക്കണം. അതിൻ്റെ ചാറ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട അതിനകത്തോട്ട് നമ്മൾ മുഴുവനായിട്ടും ഇടാം, അല്ലെങ്കിൽ നമുക്കിത് കണക്ക് നടുക്കുന്ന് കട്ട് ചെയ്ത് പീസാക്കി ഇടാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റൊട്ടിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയൊരു മുട്ടക്കറി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.